സ്വീഡന്റെ കമ്പനിയിൽ ആദ്യം ഈ ലൂണ എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു. ലൂണ മീഡിയക്കാരെ പറഞ്ഞ കമ്പനിയായിരുന്നു. അവിടെ വന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഈ ടെട്രാപെക്ക് എന്ന് പറഞ്ഞ സ്വീഡന്റെ കമ്പനിക്ക് മാറി. പിന്നെ അവിടെ പോലെ ഒരു സില്ലർ വെൽഡറായിരുന്നു. ഈ ഉർവശിശാബ് ഉപകാരം എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് വെച്ചാൽ ഒരു പാര വന്നതാണ് സത്യത്തിൽ. പക്ഷെ അത് അൽഹംദുലില്ലാഹ് നമുക്ക് ഭയങ്കര മെച്ചായി. കാരണം എന്താണത്, ഞാൻ വർക്ക് ചെയ്തിരുന്നത് ലൂണിയിലായിരുന്നു. ലൂണിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എന്താ വെച്ചാൽ സ്വഭാവമായിട്ട് അവിടെ ഞാൻ നാട്ടിൽ നിന്നപ്പോൾ മാറി. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് ലീവിൽ പോയി പിന്നെ അവിടെ എനിക്ക് വർക്ക് ചെയ്തിരുന്നു. ഞാൻ അവിടെ ഒരു പെർമനന്റ് എംപ്ലോയി ആയിട്ടില്ല, ഇറങ്ങി കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടെട്രാപെക്കിൽ വർക്ക് ഉണ്ട്. അവിടെ കയറി. അവിടെ കയറി കഴിഞ്ഞിട്ട് സ്വഭാവം ടെട്രാപെക്കിനോട് ലൂണിയിൽ വർക്ക് ചെയ്ത്. അപ്പം നമ്മൾ ഇവിടെ ചെന്നപ്പോൾ നമ്മളെ പഴയ ബോസുമാർക്കൊക്കെ ഒരു പ്രശ്നം. അങ്ങനെ അവിടെ നിന്ന് ഡെൻമാർക്കിന്റെ കാള് എന്ന് പറഞ്ഞ ഒരു സൈറ്റുണ്ട്, ഇവിടെ സംസാരിക്കാനാണ്. എന്ന് വെച്ചാൽ മൂപ്പര വർക്ക് വളരെ സ്ലോ ആയി. ഞാൻ വർക്ക് ഫിലിപ്പീനുണ്ട്, എറമിനിയുടെ ബോറിയോട്ട് എന്നിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ മൂപ്പര് ഞാൻ നമുക്ക് പ്രത്യേകിച്ച് ബോസോ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ആൾക്കാരില്ലാത്ത നമ്മളൊന്ന് വർക്ക് എടുക്കുക അങ്ങനെയുണ്ടല്ലോ. നമ്മൾ എടുക്കാൻ ചാടിക്കാൻ നമ്മൾ പുറത്ത് നല്ല ഉഷാറായിട്ട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അത് ഇയാൾക്ക് എന്ന് വെച്ചാൽ കുറച്ച് ചെയ്യണായി. അതോടുകൂടിയിട്ട് പിന്നെ മൂപ്പര് വർക്ക് കുറച്ച് പറഞ്ഞു. അതിൽ മറ്റേ കമ്പനിയുടെ മാനേജർമാരെല്ലാം വന്നിട്ട് ഇയാൾ അതിന് ഷോട്ട് ചെയ്തു. അതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലേക്ക് ഭയങ്കര സാലറിയാണ്. അപ്പോൾ 50,000 മണിക്കൂർ തരുമ്പോൾ ഇവർക്ക് 500-700 കൊടുക്കും. അപ്പോൾ ഇയാൾ നല്ല ഷോട്ട് ചെയ്തു. നമ്മൾ വർക്കെന്താ ഫുൾഫില്ലാക്കി. അതിൽ ഇയാളെ നോക്കിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ അവിടെ വേറെ ബംഗാളി വേറെ ആളും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ആ വർക്കിൽ വെൽഡിങ്ങിൽ കുറച്ച് പ്രശ്നമില്ലേ. ഇയാൾ അത് തപ്പി കുടിച്ചിട്ട് പോയി കണ്ടെന്ന് പറഞ്ഞു ടെട്രാപെക്കിന്റെ വെൽഡിങ് മോശമാണ്, അതുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്, നമ്മൾ വർക്ക് ചെയ്യാനല്ല. അതായത് ഈ ആളെന്ന് പറഞ്ഞാൽ ATV നടക്കുന്ന ഡെൻമാർക്കിന്റെ കമ്പനിയാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്വീഡന്റെ കമ്പനിയാണ്. ഇങ്ങനെ പറഞ്ഞോടുകൂടി എന്താ വെച്ചാൽ നമ്മുടെ ബോസിന് കിട്ടിയത് ഭയങ്കര ഒരു ഇതായി പോയി. എന്ന് വെച്ചാൽ അയാൾ ഞാൻ പോയിക്കാണ്ട് വേറെ വർക്ക് ചെയ്യുന്നതല്ല. അതോടുകൂടി എന്താ വെച്ചാൽ നമുക്ക് നേരെ കംപ്ലൈന്റ് ചെയ്തു. ടെട്രാപെക്കിന്റെ വർക്ക് മോശമാണ് കംപ്ലൈന്റ് നേരിട്ട് ഹെഡ് ഓഫീസ് വരെ സ്വീഡന്റെ വരെ. അങ്ങനെ എത്തിയിട്ടാണ് പിന്നെ എന്താ വെച്ചാൽ അവിടെ നടത്തും ചെക്കിങ്ങിന് വന്നു ഭയങ്കര പ്രശ്നമാണ്. എന്നോട് എൻ്റെ ബോസ് പിന്നെ ചിലക്കാരുണ്ട് മോർഗൻ, അയാളോട് പല രീതിയിൽ വെൽഡ് ചെയ്ത് നോക്കി. അതായത് അതിൻ്റെ ഉള്ളിൽ പർച്ചൻ ഗ്യാസ് കൊടുത്ത് നമ്മളല്ലേ ഗ്യാസ് കൊടുത്തിട്ട് വെൽഡ് ചെയ്ത് പിന്നെ അതല്ലാതെ ഇല്ലാണ്ട് വെൽഡ് ചെയ്ത് പോകുന്ന കാര്യത്തിൽ നമുക്ക് ക്ലോസ് ആക്കി എനിക്ക് ചെയ്തത്. ഞാൻ നല്ല കോൺഫിഡൻറ്റ് ആയിരുന്നു. ശരി, നമ്മൾ പഴയിട്ടുന്ന നേരത്തെ നമ്മൾ ഇന്നൊരു പ്രാർത്ഥന ഉണ്ടാവില്ല, ഇത് വെക്കാം, ഇത് അത് നശിപ്പിച്ച് കളഞ്ഞിട്ടല്ലാണ്ട് അല്ലെങ്കിൽ കേടെടുക്കാതെ ഇതുകൊണ്ടൊരു പ്രശ്നം വരും ഉണ്ടല്ലോ, പെർഫെക്റ്റ് ആവണം. അതല്ലാത്ത രീതിയിൽ ശരിയില്ല. എന്ത് വർക്ക് ചെയ്യണം അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ വർക്ക് ചെയ്യുന്നു, നമുക്ക് കക്കൂസ് എടുക്കുന്ന പണി കിട്ടിയത് കക്കൂസ് നമുക്ക് താല്പര്യം ഉറപ്പല്ലേ. പക്ഷെ നമ്മളെ കറക്റ്റ് നല്ല കക്കൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ ആ വർക്ക് ചെയ്ത് നമ്മൾ വെക്കുന്നത് 45 റിയാൽ ഒരു മണിക്കൂറിന് പ്ലസ് 50 റിയാലിന് ഒരു ദിവസം ഭക്ഷണത്തിന് എന്ന് പറഞ്ഞാണ്ട് കമ്പനി തരുമ്പോൾ നമ്മൾ വർക്ക് മോശമാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തത്. നമുക്ക് നല്ല കുറച്ച് വിശ്വാസമുണ്ട്, കുഴപ്പമില്ല, നമ്മൾ വെല്ലിങ് കുഴപ്പമില്ല. അന്ന് ടെട്രാപെക്കിന്റെ സൗദി അറേബ്യയിലുള്ള മെയിൻ ഓഫീസേഴ്സ്, ലൂണിന്റെ മെയിൻ ഓഫീസേഴ്സ്, അതിലെ ബോസ്മാർ പറഞ്ഞിട്ട് എല്ലാ ആളുകളും കൂടെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വന്നിട്ട് ചെക്ക് ചെയ്യുന്നത്. സ്വീഡനിൽ സ്പെഷ്യലായിട്ട് മെഷീൻ കൊണ്ടാണ് നമ്മൾ ഈ ആന്റിപ്ലാസ് ചെയ്യുന്നത് പോലെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ പോകാൻ അവിടെ ക്യാമറ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. അങ്ങനെ ഓരോ ഭാഗം കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ വെൽഡിങ് ഫുൾ പെർഫെക്റ്റാണ്. അതോടുകൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടെട്രാപെക്കിൽ ഭയങ്കര പേരായി. പിന്നെ അതിനുശേഷം എനിക്ക് അവിടുന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് നല്ല ഗുണ്ട ഒരു സാലറി കൂടി തന്നു, നല്ല ഉഷാറായിരുന്നു അവിടെ. സത്യം ഞാൻ 10ാം ക്ലാസ് വാച്ചാണ്. ഒരു SSLC ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒരു 12,000 റിയാൽ അന്നത്തെ രീതിയിൽ 1.5 ലക്ഷം ശമ്പളം എന്ന് പറഞ്ഞാൽ വെച്ചെങ്കിൽ സാധാരണ എന്റെ ആ യോഗ്യതയ്ക്ക് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുകളിലാണ്. എല്ലാ ശമ്പളം വാങ്ങുന്ന ആൾക്കാർ ബിസിനസ് ആൾക്കാർക്ക് നാട്ടിൽ ഇല്ലെന്നല്ല. പക്ഷെ നമ്മളൊരു ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ കിട്ടുന്ന സാലറി വലിയ സാലറി 1.5 ലക്ഷം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അല്ലേ. പക്ഷെ എന്നാലും പിന്നെ എന്താ വെച്ചാൽ ആദ്യം അതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഒരു വ്യവസായിയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളെ പേരിൽ നമ്മുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിലാക്കാൻ ചെറുപ്പം മുതലുള്ള ആഗ്രഹം നമ്മുടെ പദ്ധതി തന്നെ. അത് ഗൾഫിൽ ഒന്നിന് ചെയ്യാൻ പോണിന് മുമ്പ് ചെയ്തിട്ട് പൂർലി മഞ്ചേരിയെ സ്റ്റാർട്ടിങ്, പിന്നെ അല്ലല്ല പൂർലി ഗോൾഡ് പറയും, പൂർലി പർദ്ദാന്ന് അറിയിപ്പോൾ എനിക്കറിയില്ല, പൂർലി പർദ്ദ അറിയിക്കണല്ലോ, പക്ഷെ അറിയിട്ടുണ്ടാവും അറിയില്ല. എന്തായാലും എൻ്റെ പിന്നെ ആദ്യത്തെ സംഭവം പൂർലി ഗോൾഡ് കവറിംഗ് ആണ്. അന്ന് തൃശ്ശൂർക്കാരെ കുത്തകയാണ്. അവിടെ നിന്ന് ഈ വർക്ക് അതിനകത്തില്ല, നമ്മളത് പഠിച്ചെടുത്ത് അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി